കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് കടന്ന നീരവ് മോദിയുടെ ലണ്ടനിൽ നിന്നുള്ള വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ മോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. മോദി പ്രധാനമന്ത്രി കസേരയിൽ ഉള്ളിടത്തോളം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പ്രതികരിച്ചു. രാജ്യത്തു നിന്നും 23,000 കോടി രൂപ വെട്ടിച്ച് ഒരാൾ നിഷ്പ്രയാസം നാടുവിട്ടു. പിന്നീട് പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചു. ഇപ്പോൾ ലണ്ടനിൽ 73 കോടി രൂപയുടെ അപ്പാർട്ട്മെന്റിൽ കഴിയുന്നു. അപ്പോൾ ഞാൻ ആരാണ്? ഛോട്ടാ മോദി. നരേന്ദ്രമോദിയാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. എന്തു പേടിക്കാൻ? ഇവിടെ എന്തും നടക്കും. രൺദീപ് ട്വിറ്ററിൽ കുറിച്ചു. തൊട്ടു പിന്നാലെ നീരവ് മോദിയുടെ വീഡിയോ ഷെയർ ചെയ്ത് രൺദീപ് ഇങ്ങനെ കുറിച്ചു: ദയവായി ട്രെയിലർ കാണൂ. ബാങ്ക് ഫോഴ്സ് സെന്റിമെന്റൽ സ്കീം വിദേശത്തേക്ക്. പോസ്റ്റർ ബോയുടെ ജീവിതത്തിലെ ഒരു ദിവസം. നിർമ്മാണം സംവിധാനം നരേന്ദ്രമോദി. എഡിറ്റർ അരുൺ ജെയ്റ്റ്ലി. തിരക്കഥ CBI എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിർമ്മാണ ചിലവ് 23 കോടി. പണം ചിലവഴിക്കുന്നത് ഇന്ത്യൻ ബാങ്കുകൾ. നീരവ് മോദിയെ മടക്കിക്കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ നടപടികളൊന്നും എടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും സുർജേവാല ട്വിറ്ററിൽ ചോദിച്ചു. ലണ്ടനിൽ UK ഡെയിലി ടെലിഗ്രാഫാണ് നഗരമധ്യത്തിലൂടെ നടക്കുന്ന നീരവിന്റെ വീഡിയോ പകർത്തിയത്. ബിനാമി പേരിൽ ഇപ്പോഴും വജ്ര വ്യാപാരം തുടരുന്നതായാണ് സൂചന. ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മോദി വിസമ്മതിക്കുന്നുണ്ട്. എന്നാൽ നീരവ് മോദി UK-യിലുണ്ടെന്ന് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നീരവിനെ ലണ്ടനിൽ കണ്ടു എന്നതുകൊണ്ട് ഉടനടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാവില്ല. അതിന് നടപടിക്രമങ്ങളുണ്ട്. ഇന്ത്യയുടെ അപേക്ഷ UK പരിഗണിക്കേണ്ടതുണ്ട്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. നീരവിനെ വിട്ടുകിട്ടാനുള്ള ഇന്ത്യയുടെ അപേക്ഷ തുടർ നടപടികൾക്കായി വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ പ്രതിയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ബ്രിട്ടീഷ് പൗരൻ ക്രിസ്ത്യൻ മിഷേലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ UK-ക്ക് അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നീരവ് വിഷയത്തിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകാം. ജയിലിൽ മിഷേലിന് മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വിലയിരുത്തുന്നുണ്ടെന്നാണ് സൂചന. മിഷേലിന്റെ കാര്യത്തിൽ മനുഷ്യാവകാശ ലംഘനമുണ്ടെന്ന് ഹൈക്കമ്മീഷൻ വിദേശകാര്യ മന്ത്രാലയത്തോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. മിഷേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്ന് പ്രത്യേക CBI ജഡ്ജി അരവിന്ദ് കുമാർ കഴിഞ്ഞയാഴ്ച തീഹാർ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.